അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കല്ലേ? അപ്പോൾ നമ്മുടെ 2024 തീരാനായി ഇനി ഒരു ദിവസം മാത്രമേ ഉള്ളൂ അല്ലേ? അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ. നമ്മൾ 2025 നല്ലൊരു വർഷമാവട്ടെ കേട്ടോ എല്ലാവർക്കും. അപ്പം നമ്മൾക്കാണെന്നുണ്ടെങ്കിലും 2024 ഒരുപാട് നല്ല സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ചാനൽ ഇത്രയും ഒന്ന് വലുതായതും നമ്മുടെ ഈ ഒരു 2024 സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് 500 സംതിങ് സബ്സ്ക്രൈബേഴ്സ് മാത്രമേ ഉള്ളൂ. സോ ഇപ്പം നമ്മൾ 2600 സബ്സ്ക്രൈബേഴ്സിലാണ് നിൽക്കുന്നത്. സോ ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഇന്നത്തെ കുറച്ചധികം വിശേഷങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാം കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ ചായ കുടിച്ചിട്ട് വേഗം തോട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു തിരുമ്പാനും വേണ്ടിയിട്ട്. അപ്പോൾ ഇന്ന് നമുക്കൊരു കല്യാണം ഉണ്ട്. പിന്നെ അതിൻ്റെ കൂടെ പ്രതീക്ഷിക്കാതെ കിട്ടിയ ഒരു ചെറിയൊരു ട്രിപ്പും ഹാപ്പിനെസ്സും എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം കേട്ടോ. തുണികളൊക്കെ തിരുമ്പി കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിൽ വന്ന് കുളിയൊക്കെ കഴിഞ്ഞ് ഡ്രസ്സൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ മേക്കപ്പ് ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. വേഗം ഡ്രസ്സ് മാറിയിട്ട് ചായ കുടിക്കാൻ കേട്ടോ. അപ്പോൾ ദോശ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു തക്കാളിയും സവാളയൊക്കെ വാട്ടിയിട്ട് ഒരു മസാല പോലെ ഉണ്ടാക്കി അതും കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. മിക്സി കംപ്ലൈൻ്റ് ആയിരുന്നു, അതുകൊണ്ട് ചട്നി ഇറക്കാൻ പറ്റിയില്ല കേട്ടോ. അങ്ങനെ നമ്മളിതൊരു 9:30-10 മണിയായപ്പോഴത്തേക്കും വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ വാതിലൊക്കെ പൂട്ടി നമ്മൾ വീടിനോട് തൊറ്റ പറഞ്ഞതാ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. നല്ല വെയിലാണ് കേട്ടോ. എനിക്ക് ഈ വെയിലുള്ള സമയത്ത് വീഡിയോ എടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. കാരണം വെയിൽ ഉള്ള സമയത്ത് നമ്മൾ വീഡിയോ എടുത്താൽ നല്ല ക്ലാരിറ്റി ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. നമ്മുടെ കെനാലാണ് കേട്ടത്. കെനാലിൽ ഇതാ വെള്ളമൊക്കെ വിട്ടിട്ടുണ്ട്. നമ്മൾ അമ്പൊന്ന് നീർച്ചയാവാനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് വെള്ളമൊക്കെ നന്നായിട്ട് വിട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ കാനര എത്തിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ നേരെ നമ്മുടെ കൊറ്റിയോട് വിയക്കുറിശി മദ്രസിൽ വെച്ചിട്ടാണ് കേട്ടോ നമ്മുടെ കല്യാണം. അപ്പോൾ കല്യാണം ആരുടെയെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ എൻ്റെ ഉമ്മാൻ്റെ ആങ്ങളുടെ കുട്ടീൻ്റെ കല്യാണമാണ് കേട്ടോ. ആങ്ങളുടെ മകൻ്റെ കല്യാണം. പക്ഷെ നമ്മൾ എത്തിയത് കുറച്ച് നേരത്തെ ആയിരുന്നു. ആരും വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ വീട്ടിൽ നിന്ന് ഇക്കൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ ദോശയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇക്കാക്ക് വിശക്കുണ്ട് ചായ കുടിക്കാന്ന് പറഞ്ഞു. അപ്പോൾ ഞാനും കൂടെ പോയിട്ട്, ഞാനല്ല എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും പൈസ ഒന്നും കഴിച്ചില്ല. ഇപ്പം കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പം അട്ടപ്പാടിയിൽ നിന്ന് രാവിലെ വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾ കൂടെ വരാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇപ്പം ചായ കുടിച്ചു. ഞാനും ഇക്കയും മാത്രം ഓരോ പൊറാട്ടയും കഴിച്ചിട്ടുണ്ടായിരുന്നു. കാരണം എന്തായാലും ഇനി ഒരു 12-1 മണിയൊക്കെ ആവും നമുക്ക് ഫുഡ് കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് നേരെ തിരിച്ച് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളെ കൊറ്റിയോട് മദ്രസിൽ വെച്ചിട്ടാണ് കേട്ടോ. ഇതൊരു മദ്രസും പിന്നെ ഒരു സ്കൂളും കൂടിയിട്ടാണ് കേട്ടോ. ഒരു അറബിക് സ്കൂളാന്ന് തോന്നുന്നു. കാരണം അതിൽ അറബി ലെറ്റേഴ്സും കാര്യങ്ങളൊക്കെ ഇങ്ങനെ എഴുതിയിട്ടുണ്ട് ആ ക്ലാസ്സിൻ്റെ ഉള്ളിലൊക്കെ. LKG UKG ഒക്കെ തോന്നുന്നുണ്ട്, അറിയില്ല കേട്ടോ. അങ്ങനെ ഞങ്ങളിതാ എത്തിയിട്ടുണ്ടായിരുന്നു. ആരും അധികമൊന്നും വന്നിട്ടില്ല കേട്ടോ. കുറച്ച് പേരൊക്കെ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. നമുക്ക് പിന്നെ റെഡിയായി ഇറങ്ങി കിട്ടിക്കഴിഞ്ഞാൽ ഫോട്ടോ വീഡിയോ അത് ഒരു പ്രാന്താണ് കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെ നമ്മളിതാ പിന്നെ അരക്കോർമ്പെന്ന് എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. നമ്മളെ ഉമ്മാൻ്റെ വീട്ടിലത്തെ എല്ലാവരും, എളാപ്പാരുടെ മക്കളും അമ്മായിയുടെ മക്കളും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളെല്ലാവരും കൂടി ഭക്ഷണമൊക്കെ കഴിച്ച ശേഷമാണ് നിക്കാഹൊക്കെ കഴിഞ്ഞ് ചെക്കൻ വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ പെണ്ണിന് മഹറൊക്കെ കെട്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു. വീഡിയോ കുറച്ച് ലേറ്റായി പോയി ഞാൻ എത്താൻ വേണ്ടിയിട്ട്. അപ്പോഴത്തേക്ക് മഹർ കെട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവരുടെ കൂടെ നിൽക്കുന്നത് ചെക്കൻ്റെ ഉമ്മയും പിന്നെ പെങ്ങളും ആണ് കേട്ടോ. അപ്പോൾ അവർ രണ്ടുപേരും കൂടി കെട്ടിയത് ശരിയാക്കി കൊടുക്കാൻ കേട്ടോ. മഹർ താലി കെട്ടിയത് ഇങ്ങനെ ശരിയാക്കി കൊടുക്കാൻ. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ ചെക്കൻ്റെയും പെണ്ണിൻ്റെയും കൂടെ വീഡിയോസ് ഫോട്ടോസൊക്കെ കുറച്ച് നേരമൊക്കെ എടുത്ത ശേഷം നമ്മൾ നേരെ കുറച്ച് ഇപ്പുറത്ത് പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, വെറുതെ വീഡിയോ എടുക്കാനൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊക്കെ കസിൻസാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് കേട്ടോ നമ്മൾ ചെക്കൻ്റെയും പെണ്ണിൻ്റെയും കൂടെയുള്ള ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് അവരെല്ലാവരും കൂടി കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം ഞാനാണ് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത്. ഒരു ചെറിയ കല്യാണമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ തന്നെയാണ് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുക്കുന്നത്. നമുക്ക് ആവശ്യമുള്ളത് അങ്ങനെ എടുക്കാനായിട്ടാ. അങ്ങനെ ഓരോരുത്തരിങ്ങനെ അവരെല്ലാം കൂടി ഒരുമിച്ചിരുന്നിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും സ്റ്റേജിലേക്ക് കയറാണ് കേട്ടോ. അങ്ങനെ ഇവരുടെ ഫോട്ടോ ഒക്കെ എടുത്ത ശേഷം പിന്നെ ഞങ്ങളും കയറി ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഫാദുക്കുട്ടിയും ഫൈസിക്കുട്ടിയും നല്ല കളിയായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് കുറേ നേരം നമ്മളവിടെ ഇരുന്ന ശേഷം എല്ലാവരോടും പറഞ്ഞ് നമ്മൾ നേരെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് നമ്മളെ ടിസ്റ്റ്. ഇവർക്ക് അട്ടപ്പാടി കാണാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് പേർക്ക്, എല്ലാവർക്കും വരാനൊരു താല്പര്യമില്ല. കാരണം ടൈം ആവുമല്ലോ. ഇപ്പം തന്നെ ഒരു 3 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു നമ്മൾ കല്യാണപ്പെരുന്ന് ഇറങ്ങിയപ്പോൾ കേട്ടോ. കാരണം അട്ടപ്പാടി പോകുമ്പോൾ എന്തായാലും ടൈം ആവും. ഇവർക്ക് അരക്കോറുമ്പോൾ എത്തണമല്ലോ.
അതുകൊണ്ട് പോകണമെന്നും പോകണ്ടെന്നൊക്കെ ഉണ്ട്. പിന്നെ ലാസ്റ്റ് ഇങ്ങോട്ട് പോകാനങ്ങോട്ട് തീരുമാനിച്ചിട്ട് എല്ലാവരും പാടെ. അങ്ങനെ നമ്മൾ നേരെ കാഞ്ഞിരം വഴി തന്നെയാണ് വന്നത്. അപ്പം അമ്പുകുന്ന് നമ്മുടെ ഔലിയപ്പാപ്പൻ്റെ അവിടെ കയറണം എന്ന് പറഞ്ഞിട്ട് അവിടെ കയറിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ കുറച്ച് നേരമൊക്കെ നിന്ന ശേഷം നമ്മൾ നേരെ വീട്ടിലേക്ക് വന്നു കേട്ടോ. നമ്മുടെ വീട്ടിലേക്ക് വന്നിട്ട് അവിടെ നമ്മൾ ചായ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ലൈം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും ചായ വേണ്ട പറഞ്ഞിട്ട് അങ്ങനെ കുറച്ച് ലൈമും കുറച്ച് ചായയും കൂടി വേഗം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇത് കുടിച്ചിട്ട് വേണം നമുക്ക് അട്ടപ്പാടിക്ക് പോകാൻ വേണ്ടിയിട്ട് കേട്ടോ. അങ്ങനെ നമ്മളിതാ ലൈമും കാര്യങ്ങളും എല്ലാവർക്കും കൊടുത്ത് കുറച്ച് നേരമൊക്കെ റെസ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് കേട്ടോ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഫാദുക്കുട്ടിൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റിയിട്ടുണ്ടായിരുന്നു. ഉടുപ്പ് അതുകൊണ്ട് തന്നെ ചൂട് എടുക്കേണ്ടി പറഞ്ഞിട്ട് അങ്ങനെ ഫാദുക്കുട്ടിക്ക് ഡ്രസ്സും കാര്യങ്ങളൊക്കെ മാറ്റി നമ്മളിതാ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. പെട്ടെന്ന് തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. കാരണം പെട്ടെന്ന് സമയം പോകും. ഇപ്പോഴൊക്കെ നല്ല വെയിലായിരുന്നു. ഒരു 4 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. 4 മണി 3 മണി ആ ഒരു ടൈമാണ് കേട്ടോ. അങ്ങനെ നമ്മളിതാ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി നമ്മുടെ ചുരം എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ പ്രതീക്ഷിക്കാതെ കിട്ടിയൊരു ഇതാണ് കേട്ടോ. അത് നമ്മളിങ്ങനെ ഓരോ ട്രിപ്പ് പോവാം അല്ലെങ്കിൽ ഇങ്ങനെ ഫാമിലി ആയിട്ടൊക്കെ പോവാന്നൊക്കെ കുറേ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ അത് നടക്കാറില്ലല്ലോ. പക്ഷെ ഇതുപോലെ പെട്ടെന്ന് നമ്മൾ പ്ലാൻ ചെയ്യാതെ ഉണ്ടാക്കുന്ന കാര്യങ്ങളായിരിക്കും നടക്കുക. അതിലായിരിക്കും നമുക്ക് ഒരുപാട് സന്തോഷം ഉണ്ടാവുകയല്ലേ. അത് അങ്ങനത്തെ ഒരു ഇതായിരുന്നു കേട്ടോ ഈ പ്രാവശ്യത്തെ. കാരണം ഇതേപോലെ ഞങ്ങളൊരു ഫാമിലി ആയിട്ട് ഇങ്ങനെ പോയിട്ടില്ല കേട്ടോ. അങ്ങനെ എങ്ങോട്ടും പോയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര സന്തോഷമുള്ള ഒരു ഡേ ആയിരുന്നു. ഈ ഒരു വർഷത്തിലെ എന്താ പറയുക നല്ലൊരു ഹാപ്പി മൊമെൻ്റ് ആയിരുന്നു കേട്ടോ ഇത്. അങ്ങനെ നമ്മൾ പോണത് നരസിമുക്കിലേക്കായിരുന്നു പോകാനുള്ളൊരു പ്ലാൻ കേട്ടോ. പക്ഷേ ഇക്ക താവളെത്തിയപ്പോൾ പറഞ്ഞു ഇവിടെ ഒരു ചെക്ക് ഡാം ഉണ്ട് കാണാനും നല്ല അടിപൊളിയാണ്. ഇക്ക അങ്ങോട്ട് പോയിട്ടുണ്ട് കേട്ടോ ഫ്രണ്ട്സിൻ്റെ കൂടെ. അപ്പം നമ്മൾ അങ്ങോട്ട് പോകും. അവിടെ പോയി കഴിഞ്ഞിട്ട് പിന്നെ നേരെ നമുക്ക് കോട്ടത്തറ പോയിട്ട് തിരിച്ചു വരുമ്പോൾ നരസിമുക്ക് കണ്ടിട്ട് നേരെ അങ്ങോട്ട് വരാമെന്നുള്ളൊരു പ്ലാനായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ നേരെ പോണത് താവളം വഴി താവളത്തിൽ നിന്ന് താഴത്തേക്ക് മുള്ളി റോഡ് ഉണ്ടല്ലോ. അപ്പോൾ ആ ഒരു റോഡ് പോയിട്ട് മുള്ളി റോഡല്ല മുള്ളി എത്തുന്നതിൻ്റെ മുന്നേ കേട്ടോ ആ ഒരു റോഡിലാണ് പോണത്. നല്ല അടിപൊളി ഒരു കട്ടറും കാര്യങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് നല്ല സുഖമായിട്ട് പോകാൻ പറ്റും കേട്ടോ. മാത്രമല്ല നമ്മൾ ഈ ഒരു 2 സൈഡും ഇങ്ങനെ കൃഷിയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. വാഴ, കപ്പ, തെങ്ങ്, കവുങ്ങ് അങ്ങനത്തെ കൃഷികളും കാര്യങ്ങളൊക്കെ ആണ്. അതിങ്ങനെ അതിൻ്റെ ഇടയിൽ കൂടെ പോകാൻ നല്ല വൈബ് തന്നെയാണ് കേട്ടോ. സത്യമായിട്ടും അട്ടപ്പാടി നമ്മൾ കാണാത്ത കുറേ സ്ഥലങ്ങളുണ്ട് എന്നുള്ളത് സത്യം പറഞ്ഞാൽ ഞാനിപ്പോഴാണ് കേട്ടോ തിരിച്ചറിഞ്ഞത്. കാരണം എന്താണെന്ന് വെച്ചാൽ അട്ടപ്പാടിയിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ എങ്ങോട്ടും പോയിട്ടില്ല കേട്ടോ. അതായത് കല്യാണം കഴിഞ്ഞ ശേഷമാണ് ഞാൻ ഇത്രയെങ്കിലൊക്കെ പോണത്. അതിൻ്റെ മുന്നിൽ നമ്മളങ്ങനെ എങ്ങോട്ടൊന്നും പോവില്ല കേട്ടോ. അങ്ങനെ പോകാൻ പറ്റുന്നൊരിതൊന്നും ആയിരുന്നില്ല അങ്ങനെ ഇവിടെയൊക്കെ കണ്ടില്ലേ നിറച്ച് വാഴയുണ്ട് കേട്ടോ. അതിൻ്റെ അപ്പുറത്ത് ഒരു കുന്നും കണ്ടോ. അതിൻ്റെ അപ്പുറത്താണ് കേട്ടോ. അതിൻ്റെ ഓപ്പോസിറ്റാണ് നമ്മുടെ അഗളി. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു കുന്നിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ കൂടെയാണ് നമ്മൾ പോണത് കേട്ടോ. അപ്പോൾ ഇതിനെ നേരെ പോയി കഴിഞ്ഞാൽ നമുക്ക് കോട്ടത്തറയ്ക്കൊക്കെ എത്താൻ പറ്റും. അങ്ങനെ നല്ല അടിപൊളി സ്ഥലങ്ങളൊക്കെ കണ്ടു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതേപോലെ വെയിലാണെന്നുണ്ടെങ്കിലും ഒട്ടും ചൂടില്ല കേട്ടോ. നമുക്ക് നല്ലൊരു കുളിരാണ് കേട്ടോ ഉള്ളിൽ. നമ്മൾ ഈ ഒരു വെയിലത്ത് കൂടെ അതിന് പോണത് അല്ലെങ്കിൽ നമ്മുടെ ചുറ്റും വെയിലാണെന്നുള്ളൊരു ഫീലൊന്നും നമുക്ക് എന്താ പറയുക ഈ ഒരു സ്ഥലത്ത് കൂടെ പോകുമ്പോൾ പ്രത്യേകിച്ച് അട്ടപ്പാടി കൂടെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. നമ്മളെവിടെയൊക്കെ ചെറിയൊരു വെയിലാണെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് പുറത്തിറങ്ങുമ്പോൾ ഭയങ്കര ചൂടായിരിക്കും. പക്ഷെ അട്ടപ്പാടിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ കാണുമ്പോൾ ആ മലൻ്റെ അവിടെയൊക്കെ നല്ല വെയിലല്ലേ. പക്ഷേ അവിടേക്ക് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ആ ഒരു ചൂടൊന്നും ഉണ്ടാവില്ല. നമുക്ക് മൊത്തത്തിലൊരു തണുപ്പായിരിക്കും. നല്ല അടിപൊളി സ്ഥലം തന്നെയാണ്. അങ്ങനെ നമ്മളിതാ ഇവിടെ നിർത്തി കുറച്ച് അതൊക്കെ അവിടെ നിന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് കണ്ടില്ലേ കപ്പയാണ് കേട്ടോ. ഇത് സത്യം പറഞ്ഞാൽ എനിക്ക് മനസ്സിലായില്ല കേട്ടോ. കാരണം ദൂരത്ത് നോക്കുമ്പോൾ നല്ല അടിപൊളി എന്തോ ചെടികളെ പോലെ തോന്നില്ലേ. കാരണം അത് ഒരേ ഹൈറ്റിൽ ഇങ്ങനെ കട്ട് ചെയ്ത് നിർത്തിയിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അങ്ങനെ തന്നെ നമ്മൾ ഇവിടെ കുറച്ചു നേരമൊക്കെ നിന്ന ശേഷമാണ് നമ്മൾ പിന്നെ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ നമ്മൾ നേരെ പോണത് നമ്മുടെ ചെക്ക് ഡാമിലേക്കാണ് കേട്ടോ. ഞാനും കണ്ടിട്ടില്ല കേട്ടോ. നല്ല അടിപൊളി സ്ഥലം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ ഈ ഒരു കുന്നൊക്കെ കണ്ടില്ലേ മല. ഇതൊക്കെ ഞാൻ ശരിക്കും ഫോട്ടോസിലേ കണ്ടിട്ടുള്ളൂ കേട്ടോ. ഇതേപോലെ കല്ലിൻ്റെ ആ ഒരു മല കറക്റ്റുള്ള മല ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. നമ്മൾ അട്ടപ്പാടി ചുരത്തിൽ കൂടെ വരുമ്പോഴൊന്നും ഇങ്ങനത്തെ സംഭവങ്ങൾ കാണൂല. അപ്പോൾ നിറച്ചിങ്ങനെ ആ ഒരു മരത്തിൻ്റെ കുന്നുകൾ കേട്ടോ. അതേപോലെയുള്ളൂ നമ്മുടെ അട്ടപ്പാടി ചുരത്തിലേക്ക്. പക്ഷേ ഇവിടുത്തെ സ്ഥലം നല്ല അടിപൊളി സ്ഥലമാണ്. അട്ടപ്പാടിയിലുള്ളവർ ഇത് കാണാത്തവരാരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും പോയി നോക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ നേരെ ചെക്ക് ഡാമിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു സ്ഥലത്തിൻ്റെ പേര് ചീരക്കടവ് എന്നാണ് കേട്ടോ. ചീരക്കടവ് ചെക്ക് ഡാമിലാണ് നമ്മളിങ്ങനെ ചോദിച്ചാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. അടിപൊളി സ്ഥലമാണ്. കാരണം വെള്ളമൊക്കെ കുറവാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കുട്ടികൾക്കൊക്കെ ഇറങ്ങാനും കളിക്കാനും ഒക്കെ പറ്റും. നല്ല വെള്ളമുള്ള ടൈമിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സ്ഥലത്തേക്കൊന്നും ഇറങ്ങാനൊന്നും പറ്റൂല. അതിൻ്റെ ഈ ഒരു പാലം പോലെ കണ്ടോ. ആ ഒരു പാലത്തിൻ്റെ മേലേക്ക് വെള്ളം ഉണ്ടാവും കേട്ടോ. പക്ഷെ ഇപ്പോൾ വെള്ളം കുറവായതുകൊണ്ട് വേനൽക്കാലമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് വെള്ളം കുറവാണ്. പക്ഷെ നല്ല മഴക്കാലത്തൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ
നല്ല വെള്ളം ഉണ്ടാവും കേട്ടോ. ഇക്ക വന്നത് മഴക്കാലത്ത് ഇരുന്നു അത്രേ. അപ്പോൾ നല്ല വെള്ളം ഉണ്ടായിരുന്നു, ആ ഒരു പാലത്തിൻ്റെ മേലെ വരെ വെള്ളം ഉണ്ടായിരുന്നു എന്നൊക്കെ അങ്ങനെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ ഫൈസി കുട്ടിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഹോബിയാണ് മീൻ പിടിക്കൽ. ഞാൻ കുറേ തവണ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളെപ്പോഴും തോർത്തോണ്ടൊക്കെ പോയി മീൻ പിടിക്കാറുണ്ട്. പിന്നെ ആൾക്ക് ചൂണ്ടട്ടി പിടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എപ്പോഴും പറയും എനിക്കൊരു ചൂണ്ട വാങ്ങിത്താന്ന്. നമ്മളെ വീടിൻ്റെ മുന്നിൽ ഫിഷ് ടാങ്കിൽ മീനുണ്ടല്ലോ, ആ ഒരു മീനിൽ വരെ ഇതേപോലെ ഒരു കമ്പി ഒരു നൂലൊക്കെ കെട്ടി ആ നൂലിൻ്റെ അറ്റത്ത് വേറെ എന്തോ സാധനങ്ങളൊക്കെ കെട്ടിയിട്ട് ആളാ ഒരു കുളത്തിലേക്ക് ഇട്ട് കൊടുക്കും മീൻ കൊത്താൻ വേണ്ടിയിട്ട്. അങ്ങനെ ഭയങ്കര ഇഷ്ടമുള്ളൊരു പരിപാടിയാണ് മീൻ പിടിക്കൽ കേട്ടോ. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരാൾ ചൂണ്ടയിടുന്നുണ്ടായിരുന്നു. അപ്പം അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് അയാൾ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അയാൾ ഈ ഒരു സ്ഥലത്തുനിന്ന് ആളല്ല, എറണാകുളത്തെ ഒരാളാണ് കേട്ടോ. അയാൾ വേറെ എന്തിനും വന്ന എന്താണെന്നറിയില്ല, എറണാകുളമാണ് അയാളുടെ വീട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അയാൾ പിടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അയാൾ ചെറിയ മീൻ വേണ്ടിയിട്ടല്ല, ഈ ഇവിടുന്ന് ചെറിയ മീൻ പിടിച്ചിട്ട് അപ്പുറത്ത് പോയിട്ട് വലിയ മീൻ പിടിക്കുന്നുണ്ട് കേട്ടോ. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഇയാളത് പിടിക്കുന്നത്. അങ്ങനെ നമ്മുടെ ഫൈസി കുട്ടി മീൻ പിടിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ ഒരുപാട് നാളത്തെ ആഗ്രഹമാണ് കേട്ടോ മീൻ പിടിക്കുക എന്നുള്ളത്. മീഷോയിലേക്ക് ചിലപ്പോൾ അങ്ങനെ സെർച്ച് ചെയ്യണ കാണാം, ഉമ്മ മീഷോ ഓപ്പൺ ആക്കി നോക്ക്, ഇതിൽ ചൂണ്ട ഓർഡർ ചെയ്യാൻ പറ്റുമോ നോക്കി. കണ്ടില്ലേ, ഇതാ മീനൊക്കെ പിടിച്ചിട്ടുണ്ട് കേട്ടോ. കുഞ്ഞു മീനാണ് എന്നാലും പിടിച്ചിട്ടുണ്ട്. ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ അവന്. കാരണം ലൈഫിൽ ആദ്യമായിട്ട് ഇങ്ങനെ പിടിക്കുകയാണ് ചൂണ്ടിട്ടിട്ട്. നമ്മളിങ്ങനെ കോരി പിടിക്കുന്നത് പോലെ ല്ലോ ചൂണ്ടിട്ട് പിടിക്കുമ്പോൾ ഒരു എന്താ പറയുക, ഓരോരുത്തർക്ക് ഓരോ ഇഷ്ടമാണല്ലോ. നമുക്ക് അതിനോടൊന്നും വലിയൊരു താല്പര്യം ഇഷ്ടമൊന്നുമില്ല. പക്ഷേ ആൾക്ക് അങ്ങനെയല്ല, ആൾക്ക് അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ എത്തിയപ്പോഴത്തേക്കും ഏകദേശം ഒരു 5 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ നരസിമുക്ക് പോകാനുള്ള ഒരു ടൈമില്ല. കാരണം എന്തായാലും ഒരു മണിക്കൂറിൻ്റെ ഒക്കെ അടുത്ത് വേണം കേട്ടോ നരസിമുക്കിൻ്റെ ആ ഒരു സ്ഥലത്തെത്താണ്. നരസിമുക്ക് കയറാൻ പിന്നെയും ഒരുപാട് ടൈമുണ്ട്. ഒന്നാമത്തെ നമുക്കിപ്പോൾ അറിയാമല്ലോ 6 മണിയാകുമ്പോൾ തന്നെ ഇരുട്ടായ ഒരു അവസ്ഥയാണ്. അപ്പോൾ അതുകൊണ്ട് പിന്നെ അങ്ങോട്ട് പോകണില്ല എന്ന് വെച്ചിട്ടോ. പിന്നെ ഒരു ദിവസം ഇൻഷാ അല്ലാഹ് എന്തായാലും പോകാന്നുള്ള ഒരു പ്ലാനിൽ അങ്ങനെ അവരിതാ തിരിച്ചു പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ ഒരുമിച്ചാണ് പോകുന്നത്. നമ്മളെ വീട്ടിൽ കയറിയിട്ട് അവരങ്ങനെ അവിടുന്ന് നേരെ പോകാനാണ് കേട്ടോ. അങ്ങനെ ഈ ഒരു സ്ഥലത്ത് എത്തിയിട്ട് നമ്മൾ തിരിച്ചു വരുമ്പോൾ ഇവിടെ നമ്മളെല്ലാവരും നിന്ന് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ഫോട്ടോ ഞാൻ ഇതിൻ്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ നല്ലൊരു ഹാപ്പി ഡേ ആയിരുന്നു. ഒരിക്കലും നമ്മുടെ ലൈഫിൽ നിന്ന് മറക്കാൻ പറ്റാത്തൊരു ഡേ ആയിരുന്നു. ഇതിൻ്റെ ഇടയിലും ഒരു ചെറിയൊരു വിഷമം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഉമ്മ ഇതിൻ്റെ കൂടെ എൻ്റെ കൂടെ ഇല്ല എന്നുള്ളതാണ് കേട്ടോ. കാരണം ഇതെൻ്റെ ഉമ്മാൻ്റെ ഫാമിലിയാണ്. അപ്പോൾ ഇതൊക്കെ കാണാനും അല്ലെങ്കിൽ ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാനും ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിട്ടുണ്ടായിരിക്കും എൻ്റെ ഉമ്മയായിരിക്കും. സോ ഉമ്മൻ്റെ കൂടെ അല്ല എന്നുള്ളൊരു സങ്കടം ഈ ഒരു സമയത്തൊക്കെ എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. കുഴപ്പമില്ല, നമ്മുടെ കൂടെ നമ്മുടെ ഉപ്പുണ്ട്. അങ്ങനെ ഇതാണ് കേട്ടോ ഫോട്ടോസും കാര്യങ്ങളൊക്കെ. അങ്ങനെ നമ്മൾ 2024 ചിലപ്പോൾ അവസാനത്തെ വീഡിയോ ആയിരിക്കും ചിലപ്പോൾ ഇതുണ്ടാവുക. അപ്പോൾ എന്നാലും നമുക്കിനി ഒരു പുതിയ വർഷം പുതിയ വീഡിയോസൊക്കെ ആയിട്ട് കാണാം. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, എല്ലാവരും ന്യൂ ഇയറൊക്കെ അടിച്ചു പൊളിക്കുക. എല്ലാവർക്കും നല്ലൊരു വർഷമാവട്ടെ 2025 എന്ന് ഞാൻ മനസ്സുകൊണ്ട് ഒരുപാട് ആഗ്രഹിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്നാലും ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ്